ഹായ് ഡിയർ സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേഷൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നെക്സ്റ്റ് ഏരിയ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ്. കോൺട്രാക്ട്സ് മേ ബി ക്ലാസിഫൈഡ് according to their validity, formation and performance. According to validity, contracts are valid contract, voidable contract, unenforceable contract and illegal or unlawful contracts. According to formation, there are express contract, implied contracts and quasi contracts. According to performance, contracts are unilateral, bilateral, executed and executory contracts. First one, according to validity or enforceability. Contracts may be classified according to its merit of validity or enforceability as first one, valid contracts. Valid contracts. Contract is said to be valid if it satisfies all conditions required for its enforceability. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദാറ്റ് സാറ്റിസ്ഫൈ ദ ഓൾ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് എൻഫോഴ്സിബിലിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവാനുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റിനെ നമ്മൾക്ക് എന്ത് പറയാം? വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അതായത് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ അറ്റ് ലോ ഈസ് എ വാലിഡ് കോൺട്രാക്റ്റ്. അതിനെ നമ്മൾക്ക് എന്ത് പറയാം? ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അത് നിയമപരമായി സാധുതയുള്ള ഒരു എഗ്രിമെൻറ്റിനെ നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. Next, void contracts. A void contract is a contract which was valid when entered into but which subsequently become void due to impossibility of performance, change of law or some other reason. അപ്പോൾ എന്താണ് പറയുന്നത്? വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സമയത്ത് കോൺട്രാക്റ്റ് വിച്ച് വാസ് വാലിഡ് വെൻ എൻറ്റർ ഇൻ ടു. അപ്പം നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കാം. പക്ഷേ പിന്നീട് അത് ചിലപ്പം വോയിഡ് ആവുന്നത് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലോ ഇനി അതും അല്ലെങ്കിൽ ചേഞ്ചസ് ഓഫ് ലോ ഓർ സം അതർ റീസൺ, അപ്പോൾ മറ്റെന്തെങ്കിലും കാരണത്താലോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന സമയത്തോ എന്താണ് അപ്പോൾ തുടക്കത്തിൽ വാലിഡ് ആയിട്ടുള്ളത് പിന്നെ അത് എന്തായിട്ട് മാറാം എന്നാണ് പറയുന്നത്? അൺലോഫുൾ ആയിട്ടുള്ള വോയിഡ് ആയിട്ട് മാറാം. അപ്പോൾ അത്തരം കോൺട്രാക്റ്റിന് നമുക്ക് വോയിഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ കോൺട്രാക്ട് ബിറ്റ്വീൻ എ സിറ്റിസൺ ഓഫ് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ഇസ് എ വാലിഡ് കോൺട്രാക്ട് ഡ്യൂറിങ് ദ പീസ്. ബട്ട് ഇഫ് വാർ ബ്രേക്സ് ഔട്ട് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ദ എഗ്രിമെൻറ്റ് വിൽ ബിക്കം വോയിഡ് കോൺട്രാക്ട്. അപ്പോൾ എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് വാലിഡാണ്. ഇനി എന്താ പറയുന്നത്? ഇനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധമോ അങ്ങനെയുള്ള അപ്പം ഒരു നമ്മൾക്ക് എന്താ പറയുക, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായി മാറും? അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കരാർ എന്ന് പറയുന്നത് എന്തായി മാറും എന്നാണ് പറയുന്നത്? അത് വോയിഡായിട്ട് മാറും. അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വോയിഡ് കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്. എൻ അഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ at the option of one or more parties but not at the option of other or others is a voidable contract. That means simple ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ a contract become voidable when the consent of one of the parties to the contract is obtained by coercion, undue influence or മിസ്റെപ്രസെൻറ്റേഷൻ. അപ്പം നമ്മൾ ഒരാളുടെ കൺസെൻറ്റ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഒരാളുടെ കൺസെൻറ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒന്നുകിൽ അയാളെ നമ്മൾ ഭയപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടോ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാം. വോയിഡബിൾ
കോൺട്രാക്റ്റ്. അപ്പോൾ ഒരാളെ നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ കൺസെൻറ്റ് വാങ്ങും. ദ കൺസെൻറ്റ് ഓഫ് വൺ ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അയാളുടെ താല്പര്യമില്ലാതെ എന്ത് ചെയ്യുകയാണ്, അയാൾ അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റിനെ നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇല്ലീഗൽ കോൺട്രാക്റ്റ്. The contract is to be illegal if its object is illegal. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് ഇല്ലീഗൽ ആണെന്ന് പറയുന്ന സമയത്ത് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ എന്തായിരിക്കും, ഇല്ലീഗൽ ആയിരിക്കും. A contract arising out of an illegal agreement is illegal ab initio. Ab initio means എന്ന തുടക്കത്തിൽ തന്നെ ആ എഗ്രിമെൻറ്റ് എന്തായിട്ട് മാറും, ഇല്ലീഗലായിട്ട് മാറും. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഒരു കോൺട്രാക്റ്റ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് തുടക്കത്തിലേ അതെന്താണ്, എൻഫോഴ്സിബിൾ ആയിരിക്കില്ല. നിയമപരമായിട്ട് യാതൊരു തരത്തിലുള്ള സാധ്യതയും ഉണ്ടാവില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ അഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് മർഡർ ഈസ് എൻ ഇല്ലീഗൽ വൺ. അപ്പോൾ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഇല്ലീഗൽ കോൺട്രാക്റ്റ് ആണെന്ന് പറയാം. നെക്സ്റ്റ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. അപ്പോൾ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിച്ച് ഈസ് വാലിഡ് ബട്ട് നോട്ട് ക്യാപ്പബിൾ ഓഫ് ബീയിങ് എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഡിഫെക്ട്സ്. അപ്പോൾ നോക്കാം, നമ്മൾക്ക് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു കോൺട്രാക്റ്റ് ദാറ്റ് ഈസ് വിച്ച് ഈസ് വാലിഡ് ആയിരിക്കും ബട്ട് നോട്ട് ക്യാപ്പബിൾ ഓഫ് ബീയിങ് എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഡിഫെക്ട്സ്. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫെക്ട്സ് കാരണം നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കാതിരിക്കുക, കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, എൻഫോഴ്സിബിൾ എന്താ പറയുക, അത് സാധൂകരിക്കാൻ പറ്റാതിരിക്കുക. അതായത് ടെക്നിക്കൽ റീസൺസ് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി എഫക്റ്റിംഗ് വാലിഡിറ്റി ഓഫ് കോൺട്രാക്റ്റ്, മേ ബി ദാറ്റ് ഓഫ് കോൺട്രാക്റ്റ് ഈസ് നോട്ട് ഇൻ റൈറ്റിംഗ്. അപ്പോൾ കോൺട്രാക്റ്റ് ചിലപ്പം ഇത് തയ്യാറാക്കി റെഡി ആയിട്ടുണ്ടാവില്ല, ഓർ ഇറ്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ്, ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, ഓർ ഹാസ് നോ ആഡിക്കേറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ ഇറ്റ് എക്സെട്ര. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അതിൽ പതിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ പതിക്കാൻ മറന്നുപോയില്ല കേസോ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനോ കൊണ്ട് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഡിഫെക്ട്സ് കൊണ്ട് ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിനെ നമ്മൾക്ക് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാം. In next classification, on the basis of formation. On the basis of formation, it can be express contract, implied contract and quasi contract. That is first one, express contract. And these are the contracts which are entered into between the parties by words spoken or written. അപ്പോൾ രണ്ട് പേര് തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ, ഒന്നുകിൽ വാക്കാലോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയതായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്ട്സിനെ നമുക്ക് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ റൈറ്റ്സ് ടു ബി, എ റൈറ്റ്സ് ടു ബി, ബിക്ക് എഴുതാണ് ഐ ആം വില്ലിംഗ് ടു സെൽ മൈ കാർ ടു യു ഫോർ ₹2 lakh. അപ്പോൾ 2 ലക്ഷത്തിന് എൻ്റെ കാറ് നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാവുകയാണെന്ന് പറയുകയാണെങ്കിൽ ബി ആക്സെപ്റ്റ് എയ്സ് ഓഫർ ബൈ അനദർ ലെറ്റർ. അപ്പോൾ ബി ആ ഓഫർ എന്ത് ചെയ്യാണ്, എയുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയാണ് വിത്ത് ബൈ അനദർ ലെറ്റർ, വേറൊരു ലെറ്റർ കൊടുത്തിട്ട്. ദിസ് ഈസ് ആൻ എക്സ്പ്രസ് കോൺട്രാക്റ്റ്. അതിനെ നമ്മൾക്ക് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. Implied contracts are formed on the basis of implied promises on the part of parties. അപ്പോൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അത് ഫോം ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുകയാണെങ്കിൽ ഒരു ഇംപ്ലൈഡ് പ്രോമിസസ് വഴിയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. വെൻ ദ പ്രൊപ്പോസൽ ഓർ ആക്സെപ്റ്റൻസ് ഈസ് മെയ്ഡ് അതർവൈസ് ദാൻ ഇൻ വേർഡ്സ് ദ കോൺട്രാക്ട് ഫോംഡ് ഈസ് കോൾഡ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. അപ്പോൾ എന്താണ് ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രൊപ്പോസൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതർവൈസ് ദാൻ ഇൻ വേർഡ്സ്, ഒരു വാക്കാലെ അല്ലെങ്കിലും എന്താണ് അയാളത് പെർഫോം ചെയ്യുമ്പോഴാണ് ആ അത് ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഗെറ്റ് ഇൻ ടു എ പബ്ലിക് ബസ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു പബ്ലിക് ബസ്സിൽ കയറുകയാണെങ്കിൽ ആൻഡ് ദെൻ ഹി എൻറ്റേഴ്സ് ഇൻ ടു എൻ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, അയാൾ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തു എന്ന് നമുക്ക് പറയാം വിത്ത് അതോറിറ്റീസ് ഓഫ് ദ ബസ് ദാറ്റ് ഹി വിഷസ് ടു ട്രാവൽ ഇൻ ദി ബസ്. അപ്പോൾ എന്താണ്
എന്താണ് ഇപ്പം നമ്മൾക്കറിയാം നമ്മളൊരു ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് ബസ്സിൽ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇംപ്ലോയ്ഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ അത് ലോഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതായത് ബസ് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടേക്കാണോ നമുക്ക് യാത്ര ചെയ്യേണ്ടത് അവിടം വരെ നമ്മളെ എത്തിക്കും എന്നുള്ളതാണ് ആ ഒരു കോൺട്രാക്റ്റ്. അതിൽ ഇംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഇംപ്ലോയ്ഡ് പ്രോമിസ് അതിൽ വരുന്നത്. അപ്പോൾ അത്തരം കോൺട്രാക്റ്റിനെ നമ്മൾ എന്ത് പറയുന്നു? ഇംപ്ലോയ്ഡ് കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്വാസി കോൺട്രാക്റ്റ്. ജനറലി എ കോസി കോൺട്രാക്ട് ഈസ് നോട്ട് എ കോൺട്രാക്ട് അറ്റ് ഓൾ. അപ്പോൾ കോസി കോൺട്രാക്ട് എന്ന് പറയുന്നത് ജനറലി ഒരു കോൺട്രാക്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. പക്ഷേ ഇത് നിയമപ്രകാരം തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഇൻ എ കോസി കോൺട്രാക്ട് ദർ ഈസ് നോ ഇൻറ്റൻഷൻ ഓൺ ഐദർ സൈഡ് ടു മേക്ക് എ കോൺട്രാക്ട്. അപ്പോൾ രണ്ട് കക്ഷികൾ ഉണ്ടാവുമല്ലോ, രണ്ട് പാർട്ടികൾ ഉണ്ടാവുമല്ലോ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ രണ്ട് പേരും മനഃപൂർവ്വമായിട്ട് എന്തുണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്ക് മനഃപൂർവ്വമാണ് ഒരു ഇൻറ്റൻഷൻ ഇല്ല ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെന്ന്. പക്ഷേ കോസി കോൺട്രാക്ട് ഈസ് ഓൾസോ നോൺ ആസ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. The finder of lost goods in under an obligation to find out the owner and return the goods. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം കളവ് പോയത് വീണ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ റിയൽ ഓണർ ആരാണോ അയാളെ കണ്ടുപിടിച്ച് അത് അയാളെ ഏൽപ്പിക്കുമ്പോൾ അവിടെ എന്താണ് കോസി കോൺട്രാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കോസി കോൺട്രാക്റ്റിൽ വരുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു പെർഫോമൻസ്. അതിൽ ഫസ്റ്റ് വൺ, എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ്. എ കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി എക്സിക്യൂട്ടഡ് when both the parties to the contract have fulfilled their respective obligations and nothing remains to be done by either party. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൽ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പം ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടിയും അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അവർ ചെയ്യേണ്ട ഒബ്ലിഗേഷൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. നത്തിങ് റിമെയിൻസ് ടു ബി ഡൺ ബൈ ഐദർ പാർട്ടി. രണ്ട് പേരും ഇനി ഒന്നും ആ കോൺട്രാക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ടാവില്ല. അതൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ സെൽസ് എ കാർ ടു ബി ഫോർ ₹1 lakh, ബി പേയ്സ് ദ പ്രൈസ്. ദിസ് ഈസ് എൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. അതായത് എ ബിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാറാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ എത്രയാണോ അയാൾ ഒരു എമൗണ്ട് നിശ്ചയിച്ചിരിക്കുന്നത് അത് ബി പേ ചെയ്ത് കാർ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഒരു കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾക്ക് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ്, executory contracts. An executor contract is one in which both the parties have not yet performed their obligations either wholly or partly. അപ്പോൾ എന്താണ്? രണ്ട് പേരും, അതായത് ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് പേരിലും എന്തുണ്ടാവാമെന്നാണ് പറയുന്നത്? ചില കുറച്ച് ഭാഗങ്ങൾ മാത്രമോ എന്താ പറയുക പെർഫോം ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ മുഴുവനായിട്ടോ ചിലപ്പോൾ പെർഫോം ചെയ്യാൻ ബാക്കിയുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് എ മേക്സ് എൻ അഗ്രിമെൻറ്റ് ഫോർ ബൈയിങ് എ കാർ ഫ്രം എ കാർ ഡീലർ ആൻഡ് ഹി മെയ്ഡ് പേയ്മെൻറ്റ്. ദ കാർ ഹാസ് ബീൻ ഡെലിവേർഡ് ബട്ട് ഓണർഷിപ്പ് ഈസ് യെറ്റ് ടു ബി ട്രാൻസ്ഫേർഡ്. അപ്പോൾ കാർ എപ്പോഴാണോ ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അയാൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം തന്നെ എന്ത് ചെയ്യില്ല, എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കുമ്പം തന്നെ അയാൾക്കത് ചിലപ്പം ഡെലിവർ ചെയ്യണമെന്നില്ല. അപ്പോൾ അത് എപ്പോഴാണോ അയാളുടെ കയ്യിലേക്ക് ആ സാധനം എത്തുന്നത് അപ്പോൾ അതുവരെ ആ കോൺട്രാക്റ്റിൽ മുഴുവനായിട്ടും എന്ത് ചെയ്തിട്ടില്ല, പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയാം. ഇനി പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് രീതിയിലും കൂടെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ. ഇനി യൂണിലാറ്ററൽ അല്ലെങ്കിൽ വൺ സൈഡഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എ കോൺട്രാക്റ്റ് ഈസ് സെറ്റ് ടു ബി യൂണിലാറ്ററൽ വേർ വൺ പാർട്ടി ഹാസ് പെർഫോംഡ് ഹിസ് ഒബ്ലിഗേഷൻ ഐദർ ബിഫോർ ഓർ അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്റ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടി അയാളുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് യൂണിലാറ്ററൽ അല്ലെങ്കിൽ വൺ സൈഡഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബി പെർമിറ്റ് എ കൂലി
എ ടു ക്യാരി ഹിസ് ലഗേജസ്. അപ്പോൾ ഒരു കൂലിക്ക് ഒരാളെ ഒരു ലഗേജ് നമ്മൾക്ക് ക്യാരി ചെയ്യാൻ അയാളെ ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് പറയുന്നത്, അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കോൺട്രാക്റ്റ് എന്താണ്, അപ്പോൾ ഒരു കോൺട്രാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ലഗേജ് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുവരെ എന്താണ്, അത് യൂണിലാറ്ററൽ അല്ലെങ്കിൽ വൺ സൈഡഡ് കോൺട്രാക്റ്റ് മാത്രമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. When the obligation of both the parties are outstanding at the time of the formation of the contract, it is known as bilateral contracts. അപ്പോൾ എന്താണ് പറയുന്നത്, അവർ രണ്ട് പേരും എന്ത് ചെയ്തിട്ടില്ല, കോൺട്രാക്റ്റ് ഫോം ചെയ്ത സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, അവരുടെ എന്താ പറയുക ഒബ്ലിഗേഷൻസ് മുഴുവനായിട്ടും എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റിനെ നമുക്ക് ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ പ്രോമിസസ് ടു സെൽ ഹിസ് ബജാജ് സ്കൂട്ടർ ടു ബി ആഫ്റ്റർ 1 month. അപ്പോൾ എന്താണ്, ഒരു മാസത്തിന് ശേഷം അയാളുടെ സ്കൂട്ടർ അയാൾക്ക് കൊടുക്കുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബി പ്രോമിസസ് ടു പേ ദ പ്രൈസ് ഓൺ ദ ഡെലിവറി ഓഫ് ദ സ്കൂട്ടർ. അപ്പോൾ എന്താണ്, അയാൾ പേയ്മെൻറ്റ് നടത്തുന്നതും എപ്പോഴാണോ സ്കൂട്ടർ ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, അതിന് ക്യാഷ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് പേരും എന്ത് ചെയ്തിട്ടില്ല, അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിനെ നമ്മൾക്ക് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് രണ്ട് പാർട്ടിയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറയാം.